ലൊക്കേഷൻ അല്ലേ, ലൊക്കേഷൻ അയച്ചുതരാം ഇപ്പൊ അയച്ചുതരാം. ഒടുക്കത്തെ ലൊക്കേഷൻ ഈ ആശാനോടെ ഇവിടെ ഇല്ല. ആശാനെ എല്ലാ അലമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള എല്ലാവരും അലമ്പ്. ശരിയാവില്ല. എങ്ങനെയാണ് ഈ വർക്ക് കൊണ്ടുപോകാൻ എനിക്ക് ശരിയാവില്ല ആശാൻ. നമ്മൾ കള്ളന്മാരെ കക്കാൻ പോകുമ്പോ ആദ്യം വേണ്ട ശ്രദ്ധ. എന്റെ റിപ്പോർട്ട് ഞാൻ ഇന്നലെ നോക്കിയത് മോശം എന്ന് പറഞ്ഞാ അച്ഛനെ ശ്രദ്ധനെ കുറിച്ച് നിങ്ങൾ എന്റെ അടുത്ത് പറയണ്ട. നിങ്ങൾ ഒരു തന്നെ ഇൻഫോമർ കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. നിർത്തി എനിക്ക് സംസാരിക്കാനുള്ള സമയമൊക്കെ ഞാൻ പിന്നെ തരാം. നമ്മളിവിടെ വലിയൊരു നമ്മളിവിടെ കൂടിയിരിക്കുന്നത് വലിയൊരു മോഷണത്തിന്റെ പ്ലാനിങ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അച്ഛനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അടുത്ത് ഞാൻ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് ചോദിക്കാനല്ല വിളിച്ചത്. നിനക്ക് ഇവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ, യെസ് സാർ, ഓക്കെ സാർ. മരമണ്ടനെ കൊണ്ട് എനിക്ക് വയ്യ. ശരി എടാ, നമ്മൾ മാത്രം ഇന്നത്തെ പണി വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ ടോക്ക് ഇൻ ദ ടൗൺ നമ്മളായിരിക്കും. നമ്മൾ കക്കാൻ പോകുന്ന സ്ഥലം പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള വീട്. നമ്മുടെ ഇൻഫോമർ പറഞ്ഞത് പ്രകാരം ആ വീട്ടിൽ ആരുമില്ല. പോലീസുകാരില്ലാത്ത സമയം നമ്മൾ ആ വീട്ടിൽ കയറുന്നു. അച്ഛനെ ഈ ഇൻഫോമർ തണ്ടിന്റെ കാര്യം മാത്രം എൻ്റെ അടുത്ത് പറയണ്ട. കള്ളം. അവൻ പറഞ്ഞിട്ട് ഏത് സ്ഥലത്ത് പോയാലും 8ന്റെ 16 പണി കിട്ടും. അച്ഛനെ വേണ്ട, പറഞ്ഞില്ല എന്ന് വേണ്ട. വന്നപ്പോൾ തുടങ്ങിയത് എന്താണ് നിന്റെ പ്രശ്നം? എന്റെ കാര്യം പറ, എന്നിട്ട് ഞാൻ ബാക്കി ചെയ്യുള്ളൂ. അച്ഛനെ നിങ്ങളെ ഇൻഫോമർ തണ്ടിന്റെ കാര്യം മാത്രം എൻ്റെ അടുത്ത് പറയണ്ട. ഇന്നലെ എന്ത് കാണിച്ചെന്നറിയോ? നിങ്ങൾ എന്നെ കൊണ്ട് വളവ് പോലെ തന്നെ അപ്പുറത്തേക്ക് ഇങ്ങനെ വീട്ടിൽ പോയി കക്കാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ തെണ്ടി പറയണമെന്ന് കേട്ടിട്ട് അവിടേക്ക് പോകാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുമ്പോൾ ഇവനാ പറഞ്ഞു നീ വൈകിട്ട് പോ. അവരെല്ലാരും കൂടെ ഫാമിലി ആയിട്ട് മറ്റേ തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ടുണ്ട്, ടിക്കറ്റ് എടുക്കുന്നത് വരെ കണ്ടു പറഞ്ഞത്. ഈ ഇത്രയ്ക്ക് നോട്ട് ചെയ്ത് അവൻ സത്യമായിരിക്കും പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ പോയി. എന്നിട്ട് എന്താണ്, അവരവിടെ ഉണ്ടായിരുന്നില്ലല്ലോ? അവരുണ്ടായിരുന്നില്ല അച്ഛനെ. ചോറ് പൊതിയും ബാഗിൽ വെച്ചിട്ട് മതിൽ ചാടിയിട്ടാ വീട്ടിൽ നിൽക്കുമ്പോഴേ 8 നായ്ക്കള്. എല്ലാം ഫോറിൻ. എല്ലാത്തിന്റെ വായും എന്റെ കയ്യിലുള്ള ചോറ് പാത്രം മാത്രം ഉണ്ടായിരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും തന്നെ ജീവനോടെ കണ്ടിരിക്കില്ല അച്ഛനെ. ഒരു ഇൻഫോമർ തണ്ടി വിളിച്ചു ഞാൻ അവനെ എത്ര നേരം വിളിച്ച് അവനെ ഇനി ഇന്നതെറി പറയണമെന്നില്ല, വരട്ടവനെ. അവൻ ഞാൻ ഇവിടെ വരാൻ വേണ്ടിട്ടുണ്ട്. അവൻ വന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവൻ്റെ അടുത്ത് 4 വാക്ക് ചോദിക്കാം. അച്ഛനെ ചത്തില്ലെന്നേ ഉള്ളൂ ഞാൻ. നിന്റെ ഫ്രണ്ടാണല്ലോ. ഹലോ, ഓക്കെ. എടാ, അവൻ പറയണതേ പോലീസ് സ്റ്റേഷനിൽ ആരുമില്ല, ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ലൂട്ട് ചെയ്തിട്ട് വരാന്ന്. അച്ഛനെ ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നായിന് വിശ്വസിക്കുന്നുണ്ടാ? ഞാൻ വിളിക്കാം അവനെ. ഞാൻ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവനെ അവിടേക്ക് ലൊക്കേഷൻ നോക്കാൻ തന്നെ ഞാൻ വിളിക്കല്ലോ. നിന്നെ ഞാൻ ഇവിടെ ആശാന്റെ അടുത്തല്ല വരാൻ പറഞ്ഞു. നീ എന്താ ഞങ്ങളുടെ ലൊക്കേഷൻ ഇട്ടിട്ട് ഞങ്ങളുടെ ഹലോ വന്നിട്ടിരിക്കുന്ന നീ? എടാ അച്ഛനെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നുണയാണ് അവന്റെ നീ ഹോൺ അടിക്കണം, വണ്ടിന് ഹോൺ അടിക്കണം. ആ വാ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ? വാടാ ലൊക്കേഷനിലേക്ക് വാടാ. അച്ഛനെ ഇവൻ വന്നുടായിപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻഫോമറിനെ നമുക്ക് മാറ്റണം. ഇവിടെ വന്നു കഴിഞ്ഞത് അവനെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നീ 1 മിനിറ്റ് ഫോൺ ഇതാ. ഫ്ലാഷ് ബാക്ക്. കൂട്ടാ, ഞാൻ നിനക്ക് ഒരു 2 നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു നമ്പർ നമുക്ക് ആവശ്യമുള്ളതും മറ്റേ നമ്പർ നമുക്ക് ആവശ്യമില്ലാത്ത. ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഫോർമർ സന്ദീപ് സി. ആവശ്യമില്ലാത്ത നമ്പർ എന്ന് പറയുമ്പോൾ സന്ദീപ് എ. രണ്ടാൾക്കും പേര് സെയിമാണ്, ഇനീഷ്യൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ആവശ്യമില്ലാത്ത നമ്പർ ഞാൻ എന്തിനാ തന്നു നിനക്ക് തോന്നാം. ആ നമ്പറിന് കോൾ വരികയാണെങ്കിൽ എടുക്കരുത്, എന്നെ ഇൻഫോം ചെയ്യാം. പക്ഷേ അപ്പോൾ സന്ദീപ് എ ആരാണ്? ആ നമ്പറാണ് നമ്മുടെ ടൗൺ എസ്ഐയുടെ നമ്പർ. പണിയെടുക്കാതെ ജീവിക്കാൻ വിചാരിച്ച പറ്റില്ലല്ലോടാ. എവിടെയോ പോലീസ് പോണേന് നിങ്ങൾ എന്തിനാ അച്ഛനെ പേടിക്കുന്നത്? നീ വിളിച്ച തെറിയൊക്കെ എസ് ചെയ്യാണ്ടാ. നീ അവരെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലായിട്ട് വരാം.